الله 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 الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. പരിശുദ്ധമായ വെള്ളിയാഴ്ച, പവിത്രമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം നാം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹത്തെ തിരിച്ചറിയുക എന്നതും അതിന് നന്ദിയുള്ള അടിമകളായി തീരുക എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർഭയത്വത്തോടുകൂടെ വസിക്കാൻ കഴിയുക എന്നതും ആരാധനാ കർമ്മങ്ങളെല്ലാം നിർഭയത്വത്തോടുകൂടെ നിർവഹിക്കാൻ കഴിയുക എന്നതും അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്. ഈ നിർഭയത്വം ഇല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളെയും മറ്റ് രാജ്യങ്ങളെ കുറിച്ചും അറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പള്ളിയിൽ പോകുവാനും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാനും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഇതുവരെയില്ല. അള്ളാഹു തആല നിലനിർത്തി പെരുമാറാകട്ടെ. ബഹുമാനികളെ, ഇതില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ കഴിയാത്ത എത്രയോ സ്റ്റേറ്റുകളുണ്ട്, എത്രയോ നാടുകളുണ്ട്, രാജ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ പറയുന്ന ഒരു വചനമുണ്ട്. പിന്നീട് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറഞ്ഞതാ, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് മഹാനായ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൗലിനെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ അനുഗ്രഹം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ ആ നിഅമത്ത്, അനുഗ്രഹം ഏതാണ്? അൽ അംനു വസ്സിഹ്ഹത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ആ അനുഗ്രഹം എന്നത് അൽ അംനു, നിർഭയത്വമാണ്, വസ്സിഹ്ഹത്തു, ആരോഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ് നിർഭയത്വത്തോടുകൂടെ നിൽക്കുക എന്നുള്ളത്, ആരോഗ്യത്തോടുകൂടെ നിൽക്കുക എന്നുള്ളത്. ഇത് തിരിച്ചറിയാതെ പോകരുത് ബഹുമാനികളെ. ആ അനുഗ്രഹവും നിർഭയത്വവും ദുനിയാവിലെ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർരിഹി. നിങ്ങളിൽ നിന്നും ആരെങ്കിലും, നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിർഭയത്വത്തോടുകൂടി ഒരു ദിവസം പ്രഭാതമായി കഴിഞ്ഞാൽ, വമുആഫൻ ഫീ ജസദിഹി, ശരീരത്തിൽ അവന് ആരോഗ്യവും ഉണ്ട്, അന്നത്തെ ദിവസത്തെ ഭക്ഷണത്തിനുള്ള വകുപ്പോ അവന്റെ കയ്യിലുണ്ടെങ്കിൽ, ഐഹികമായ ജീവിതത്തിന്റെ സകല സൗഭാഗ്യങ്ങളും അവന് ഒരുമിച്ച് കൂട്ടപ്പെട്ടവരെ പോലെയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ്? എന്നിലും തന്റെ കുടുംബത്തിലും അവൻ നിർഭയമാണ്, ആരെയും ഭയക്കുന്നില്ല, ഒരു ശത്രുവിനെയും പേടിക്കുന്നില്ല. മാത്രമല്ല, ശരീരത്തിലെ ആരോഗ്യമുണ്ട്. അന്നത്തെ ദിവസത്തെ ഭക്ഷണത്തിനുള്ള വകുപ്പവന്റെ കയ്യിലുണ്ടെങ്കിൽ ദുനിയാവിന്റെ സകല സൗഭാഗ്യങ്ങളും അവർ കിട്ടിയവനെ പോലെയാണ്. ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളിൽ ഹബീബായ തങ്ങൾ ഒന്നാമതായി എണ്ണിയത്
ആ നിർഭയത്വമാണെന്നുള്ളതാണ്. ഈ നിർഭയത്വമാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കുമ്പോ ആ ചോദിക്കുന്നവരിൽ നമ്മൾ പെടൂലേ? ചിന്തിച്ചു നോക്ക്. നമുക്ക് എവിടെയാ ഭയമുള്ളത്? ഈ ഇന്ന് വരെയും ഇനിയുള്ള കാലഘട്ടത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ആശങ്കയിലാണ്. അതിനുള്ള സൂചനകൾ പലതും നമ്മിലേക്ക് വരുന്നുണ്ട്. പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്നതിന് എവിടെയാ നമുക്ക് തടസ്സമുള്ളത്? അത് ജോലിക്ക് പോവുകയല്ലേ, ഇതിനെന്താ? സുബഹിക്കോ ഇശാഇനോ പല സമയത്തും കഴിയുന്ന സമയങ്ങളുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നിർഭയം മാറി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകുന്നതിന് ശത്രുക്കളെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ വിശാലമായ നമുക്ക് മനസ്സിലാവുകയും അല്ലാഹു തആല ഈ നമ്മിൽ നിർഭയത്വം നിലനിർത്തി പെരുമാറാകട്ടെ. ബഹുമാനികളെ, ചിന്തിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്. ഇതൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഈ നിർഭയത്വം എന്നത് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാ ഒന്നാമത്തെ സത്യം. അല്ലെ? നമ്മളിങ്ങനെ നിർഭയത്വത്തിൽ എങ്ങനെ പോവാ? ഇതൊരു അനുഗ്രഹമായിട്ട് തിരിച്ചറിയണ്ടേ? തിരിച്ചറിയുന്നില്ലെന്നുള്ളതാ നിർഭയത്വവും ശരീരത്തിലുള്ള ആരോഗ്യവും നിഅമത്താണ്, അതനുഗ്രഹമാണ്. പക്ഷേ അധികം ആളുകളും അത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാതെ വഞ്ചിതരായി പോയിരിക്കുകയാണ്. സയ്യിദ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ടുള്ള ഹദീസാണ്. അധികം ആളുകളും ഇത് അനുഗ്രഹമായിട്ട് തിരിച്ചറിയാതെ പോയിരിക്കുന്നു, വഞ്ചനയിലായിരിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ഇത് ഏറ്റവും വലിയൊരു നിഅമത്ത്, അനുഗ്രഹം ആയതുകൊണ്ട് തന്നെയല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് എന്ത് ദുആ ചെയ്തത്? മക്ക രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്തത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ദുആ ചെയ്തത്? റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ, റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനസ് സമാറാത്ത്. മക്ക രാജ്യത്തിന് വേണ്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ ശരീഫിൽ കൊണ്ടുവന്നതാ. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ, അല്ലാഹുവേ ഈ മക്ക രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണേ റബ്ബേ. അതൊരു വലിയ അനുഗ്രഹം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ മഹാനവർ ദുആ ചെയ്തത്, അല്ലാഹുവേ ഈ മക്ക രാജ്യത്തിന് നിർഭയത്വമുള്ള രാജ്യമാക്കണമേ. മാത്രമല്ല അതിൽ അധിവസിക്കുന്നവർക്ക് ഭിന്നങ്ങളായ ഫലങ്ങൾ നീ നൽകുകയും ചെയ്യണമേ റബ്ബേ എന്ന് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു എന്നുള്ളതാ. ദുആ ശ്രദ്ധിച്ചോ? എന്താന്നുള്ളത് ദുആ ശ്രദ്ധിച്ചോ? ഒന്നാമത് ചോദിച്ചത് എന്താ? നിർഭയത്വം. രണ്ടാമതാണ് ഭക്ഷണം ചോദിച്ചത്. ഭക്ഷണം എന്നല്ല, എന്തുണ്ടെങ്കിലും അമ്മ എന്നത്, നിർഭയത്വമുള്ളത് എന്നതുണ്ടെങ്കിൽ ഒന്നും അനുഗ്രഹമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത്. ഈ ദുആഇനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു, നിർഭയത്വം ഇല്ല എങ്കിൽ മറ്റുള്ള അനുഗ്രഹങ്ങളൊന്നും നമുക്ക് അനുഗ്രഹമായിട്ട് അനുഭവിക്കാൻ കഴിയുകയില്ലെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് എന്താണെന്നല്ലേ? ഇന്നഹു ദഅാ കരീമത്താ, അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നോട് മക്ക രാജ്യത്തിന് വേണ്ടി ചെയ്ത ദുആ ഉണ്ടല്ലോ, ഇന്നി അദ്ഉക ലിൽ മദീന, ആ ദുആ തന്നെ ഞാൻ എന്റെ മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നമ്മുടെ നാടിനൊക്കെ വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രാർത്ഥനയാണത്. നമ്മൾ ചോദിക്കും എന്ത്? നമ്മുടെ കാര്യങ്ങളല്ലേ? പടച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ നീ നിർഭയം തരണേ എന്ന് ഇതുവരെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കണം എന്നതല്ലേ ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം? അത് തന്നെയല്ലേ ഹബീബായ തങ്ങളും മദീന രാജ്യത്തിന് വേണ്ടി ചോദിച്ചത്? അല്ലാഹുവേ
ഇവിടെ വസിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് എന്ന പ്രാർത്ഥനകൾ കൊണ്ടുവരേണ്ടതാണ്. അള്ളാഹുക്കാരെ നിർഭയത്തെ നിലനിർത്തി പെരുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കാതിരിക്കുകയും വിരോധനങ്ങളെ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്ക് ഭയം തന്നെയായിരിക്കും ഫലം. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫാണ് നമ്മളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ച ആളുകൾ അള്ളാഹു തആല അവരെ രുചിപ്പിച്ചത് ഭയത്തിന്റെയും വിശപ്പിന്റെയും എന്താണ് വസ്ത്രം കൊണ്ടാണ്. അള്ളാഹു തആല അവരെ ധരിപ്പിച്ചത് ഭയവും അതുപോലെ തന്നെ വിശപ്പുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആര് എവിടെ വന്നാലും നമ്മൾക്ക് നിർഭയത്വവും ഉണ്ടാവുകയില്ല. കാരണം അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല പറയുന്നതല്ലേ, അനമാലികുൽ മുലൂക്, ഞാനാണ് രാജാതിരാജൻ, ഖുലൂബുൽ മുലൂക് ബിയദി, രാജാക്കന്മാരുടെ ഹൃദയങ്ങൾ എന്റെ കുതിരത്താകുന്ന കരങ്ങളിലാണ്. ജനങ്ങൾ എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ഞാൻ മണിക്കുന്നതാണ്. കാരുണ്യം കൊണ്ടും മയം കൊണ്ടും അധികാരികളുടെ ഹൃദയത്തെ ഞാൻ മയപ്പെടുത്തും. അല്ലാഹു തആല പറയുന്നു അല്ലെ. അല്ലാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ടല്ലോ. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അല്ലാഹു തആലയാണ്. ആ അല്ലാഹു തആലയാണ് പറയുന്നത്, എന്റെ അടിമകൾ എന്നെ അനുസരിച്ചു കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാരുടെ ഹൃദയത്തെ ഞാൻ അവർക്ക് അനുകൂലമാക്കി കൊടുക്കുന്നതാണ്. എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ അവർക്ക് എതിരെ ഞാൻ തിരിക്കുകയും ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നാം തിരിച്ചാൽ ഒരു ഭരണഘടനയെ ഒരു ഭരണഘടനയ്ക്കും നമ്മെ സംരക്ഷിക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ പോയിന്റ് ബഹുമാനികളെ, ഇന്ന് ജനുവരി 26 നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ വാർഷിക ചിന്തയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ദിവസം എനിക്ക് എന്റെ ലക്ഷ്യങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധമായ ഖുർആൻ ശരീഫും അതിന്റെ വിശദീകരണമാകുന്ന സൂറത്തും അതിലൂടെ പണ്ഡിതന്മാരുടെ അതിലൂടെയുള്ള പണ്ഡിതന്മാരുടെ സുന്നത്തിന്റെയും ഈ ഖുർആനിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇജ്മാഉം, ഇതാണ് നമ്മുടെ ശരീഅത്ത്, ഇതാണ് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു ഭരണഘടനയ്ക്കും നമ്മൾ സംരക്ഷിക്കാൻ കഴിയുന്നതല്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാവിധ സ്വസ്ഥതയും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. جمال الوجود بذكر الإله